കുക്കറിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു മുട്ട റോസ്റ്റ്. അപ്പവും ചപ്പാത്തിയും ഇടിയപ്പവും എല്ലാത്തിൻ്റെയും കൂടെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണിത്. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ മുട്ട പുഴുങ്ങി ഒന്ന് വരഞ്ഞിട്ടെടുക്കുക. ശേഷം ഒരു കുക്കറിലേക്ക് 5 മീഡിയം വലിപ്പമുള്ള സവാളയും 3 പച്ചമുളകും ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് തിരുമിയിട്ടെടുക്കാം കേട്ടോ. കൈവച്ച് തിരുമി ഇതുപോലെ നല്ല സോഫ്റ്റാക്കി സവാള എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. അരക്കപ്പളവിൽ വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ കുക്കർ അടച്ച് വെച്ച് കൊടുത്ത് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് 5 വിസിലൊന്ന് വേവിച്ചിട്ടെടുക്കുക. കുക്കറിന്റെ ചൂട് പോയതിന് ശേഷം ഇതുപോലെ തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അളവിൽ നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നല്ല റോസ്റ്റ് പരുവത്തിനായി വന്നാൽ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇതുപോലെ മീഡിയം വലിപ്പമുള്ള തക്കാളിയുടെ പകുതി കൊണ്ട് കട്ട് ചെയ്തൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.